അളിയോ അളിയോ എന്റെ പൊന്നളിയാ ഡിസ്റ്റർബ് ചെയ്യല്ലടാ, ഉറങ്ങിക്കോട്ടെ. എന്താളിയാ എവിടെ വന്ന് കിടക്കണേ? എടാ അളിയാ, രാവിലെ 4 മണി വരെ ഞാൻ ഈ കൊച്ചിനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിനക്കറിയാവോ? ഓ, അളിയന് കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കഷ്ടപ്പാടായിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ല, പക്ഷെ കരച്ചിലിച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. ഇതൊന്നും അല്ലായിരുന്നു, ഇതിന്റെ ഡബിൾ ആയിരുന്നു കല്ലൂസ് ചെറുതിൽ, അറിയൂ? പിന്നെ കരഞ്ഞെടുത്ത് പൊടിച്ച് വിളിച്ചോണ്ട് നാശിപ്പിച്ചുള്ളൂ. കൊറേയൊക്കെ എനിക്ക് അറിയാടാ. അളിയന് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഈ അനുഭവിച്ചോണ്ടിരിക്കണേ, അതുകൊണ്ട് അനുഭവിക്കും. അളിയനെ വേറൊരു കഥ അറിയൂ? ഈ കുരിപ്പ് ഒരു റൂമിൽ കൂടെ നല്ല ഉറക്കമായിരുന്നു. ചേച്ചി എന്താ കഷ്ടപ്പെട്ട് ഇടത്തേക്ക് ഉറക്കിട്ട് പോയതാണ്. അപ്പൊ ഞാൻ വഴി കൂടെ പോയപ്പോ ഞാൻ ഒരു പാട്ടും പാടിക്കൊണ്ട് പോയി. ഇത് കേട്ടത് എവിടെ ടക്കനെ ഞെട്ടി ചാടി ഒരു എണീപ്പും കരച്ചില് ബഹളം വിളി. എന്റെ പൊന്നളിയാ, പിന്നെ ചേച്ചി വന്നിട്ട് എന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. അവസാനം എന്തേന്നറിയോ? എവളെ എടുത്ത് എന്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് തന്നിട്ട് പറഞ്ഞ് നീ കരച്ചില് മാറ്റിയിട്ട് കൊണ്ടുവന്ന് കിടത്തി ഉറക്കാൻ. എങ്ങനെ ഇരിക്കുന്നു? കൊറേ കഷ്ടപ്പെട്ട്. ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ മോനെ. അറിയാം. ആ സമയത്തെ എല്ലാ പെണ്ണുങ്ങളും അത് ആഗ്രഹിക്കുകയും ചെയ്യും. ആ അളിയാ, ഒന്നുമില്ല, ഞാൻ വേറെ സംഭവം പറയാൻ വന്നേ, പറയട്ടാ. ഇതേപോലെ ഒരു ദിവസം ചേച്ചി എവളെ ഉറക്കിയിട്ട് കല്ലൂനെ ഉറക്കി കഷ്ടപ്പെട്ട് വെളുപ്പിന് 4 മണിക്ക് എങ്ങോട്ട് ഇതേപോലെ ഒന്നും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കല്ല് കൈ കിടന്നുറങ്ങുന്നുണ്ട്, ലച്ചേച്ചിയും കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് അളിയൻ്റെ പേരും വിളിക്കുന്നുണ്ട്. എന്തിനാണിത് സംഭവം? എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു എന്തിരെന്ന്. പറയണ്ടേ, അത് വേറെ സ്വപ്നം കണ്ട് കണ്ണിൽ പൊടി പോയി, മറ്റേതാണ് മറിച്ചാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയും പോയി. പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നമ്മുടെ അമ്മ എവിടെടാ? അമ്മയെ കാണുന്നില്ലല്ലോ. അവിടെ ഇരിക്കുന്നുണ്ടെന്നാ. ഞാൻ നമുക്ക് അമ്മയെ അടുത്തൊത്ത് പോവാം. ഹായ് പറ, അമ്മയുടെ അടുത്ത് ഹായ് പറ. ഹായ്. കല്ലൂസേ, അമ്മ എന്തോ വലിയ ആലോചനയിലാണല്ലോ. നമ്മളെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അമ്മയടുത്ത് മൈൻഡ് ചെയ്യാൻ പറഞ്ഞേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതിന് എന്ത് കഷ്ടപ്പാട്, നല്ല രസമുള്ള പരിപാടിയാന്നൊക്കെ. ഞാനത് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എനിക്കറിയാടോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ സമയത്ത് എനിക്ക് ലീവ് കിട്ടണ്ടേ. ഞാൻ നിന്നെയും കൊച്ചിനെ എന്തോരോ മിസ് ചെയ്തേക്കണേ. കല്ലു ഈസ് വെയിറ്റിംഗ് ഫോർ യു. എന്താണോ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിദ്ധു പറഞ്ഞ പോലെ അത്യാവശ്യം രസമുള്ള പരിപാടിയാണ്. ഞാനത് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ച പെയിൻ ഉണ്ടല്ലോ, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ചില ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല. കല്ലൂസ് ഇതേപോലെ 12 മണി 1 മണി 2 മണിക്കൊക്കെ രാത്രി എണീക്കും. നേരം വെളുക്കണ വരെ കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റാൻ നിൽക്കണം, പാട്ട് പാടാൻ നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അങ്ങനെ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആകുമ്പോണ്ടല്ലോ മനുഷ്യൻ്റെ കിളിയൊക്കെ പോയി തുടങ്ങും. പിന്നെ അവൾ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ളിലെ വിഷമവും സങ്കടമൊക്കെ പുറത്തോട്ട് വരണമല്ലോ. അപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് കരയും. ആ സമയത്തൊക്കെ നിന്നെ വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചില്ല.
സത്യം പറയാലോ, ആ സമയത്തൊക്കെ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവൂടോ. മനസ്സിലാവുകയാണെങ്കിൽ നല്ലത്. പിന്നെ പ്രഗ്നൻസിയുടെ ആ ഒരു ടൈം പീരീഡും ഉണ്ടല്ലോ, അയ്യോ അതാണ് ശരിക്കും നമ്മുടെ കിളിയൊക്കെ പോകുന്നത്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് തന്നെ മനസ്സിലാവൂലേ, എന്തൊക്കെയാ ഒരേ സമയത്ത് വരുന്നത്. സങ്കടം, വിഷമം, ദേഷ്യം, പല പല മൂഡ് സ്വിങ്സ്, പല പല ഇമോഷൻസ്. എന്തോ ഭാഗ്യത്തിന് ഡിപ്രഷനിലേക്ക് പോയില്ല. പിന്നെ എനിക്കറിയാം സിദ്ധു, നിനക്ക് ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിലും ഒരു 100 ഇരട്ടി ഞങ്ങൾക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർമ്മ വരും. ലൈഫല്ലേ, കുഴപ്പമില്ല. അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. അമ്മയോട് പറ, വിഷമിക്കലെന്ന് പറ. ഇനി എന്നും അച്ഛനും കല്ലൂസും അമ്മയുടെ കൂടെ തന്നെ കാണും. കല്ലൂസേ കല്ലൂസേ, അച്ഛൻ്റെ ഇതൊക്കെ വെറും വാക്കാ. അച്ഛൻ ഇതൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് അടുത്ത ദിവസം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോവുകയും ചെയ്യും. കല്ലൂസേ അമ്മയുടെ മോള. അങ്ങനൊന്നും പോത്തൊന്നുമില്ല. പിന്നെ അങ്ങനൊന്നും പോകും. ഓനോ അമ്മയത്ത് പറയാവേ. കല്ലൂസിനെ ഒരു പാട്ട് കേൾക്കണോ? പാട്ട് പാടിക്കൊടുക്കും. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ.